மூணாறில் 11 வயதுடைய சிறுமியை பாலியல் பலாத்காரம் செய்த நபரை போடிமெட்டில் எக்சைஸ் சோதனைச் சாவடியில் வைத்து ஊழியர்கள் பிடித்துள்ளனர். குற்றவாளியை காவல்துறைக்கு கைமாறியுள்ளனர். மூணாறில் 11 வயது சிறுமியை பாலியல் பலாத்காரம் செய்த பின்பு தமிழ்நாட்டிற்கு தப்ப முயன்ற ஜார்க்கண்ட் பகுதியைச் சேர்ந்த நபரை போடிமெட்டு எக்சைஸ் சோதனைச் சாவடியில் ஊழியர்கள் பிடித்தனர். தொடர்ந்து காவல்துறை கைமாறினர். கடந்த 5 நாட்களாக இந்த நபருக்காக காவல்துறை விசாரணை நடத்தி வருகின்றனர். வாகன பரிசோதனைக்கிடையில்தான் காலை 5:30 மணிக்கு தேனி பேருந்தில் குற்றவாளியும் மனைவியும் வந்ததை கண்டுபிடித்தது. குற்றவாளி வாகனத்திலிருந்து இறங்கி ஓட முயன்றுள்ளார். தொடர்ந்து குற்றவாளியின் மனைவியை செக் போஸ்டில் பிடித்து வைத்தனர். அதற்கு பின்புதான் குற்றவாளிக்கான தேடுதல் ஆரம்பித்தது. வேறொரு பேருந்தில் தமிழ்நாட்டிற்கு தப்ப முயல்வதற்கிடையில் தான் காவல்துறையினர் இணைந்து குற்றவாளியை பிடித்தது. குற்றவாளியின் மனைவியும் காவல்துறையிடம் கைமாறினார். பிரிவெண்டிங் ஆபீசர் യുനസ്, നെൽസൺ മാത്യു, ബൈജു, സോമരാജ്, ലിമിൻരാജ് പോன்றവർ അടങ്ങിയ സംഘം தான் കുറ്റവാളിയെ പിടിച്ചത്. 31 തീയതി റിപ്പോർട്ടായ പോക്സോ കേസാണ്. അതിനകത്ത് പ്രതി അന്ന് മുതൽ തന്നെ കേസ് റിപ്പോർട്ടാകുന്ന അന്ന് മുതൽ തന്നെ അബ്സ്കോണ്ടിങ് ആയിരുന്നു. അതുപോലെ നമ്മൾ എസ്റ്റേറ്റ് മേഖലയിൽ വ്യാപകമായ തിരച്ചിലാണ്. എസ്റ്റേറ്റ് തൊഴിലാളികളുടെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സ്റ്റാഫുകളുടെയും നാട്ടുകാരുടെയും മീഡിയാസ്, വിവിധ പോലീസ് സ്റ്റേഷൻ, മൂന്നാർ, ദേവികുളം, ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഓഫീസർമാരുടെയും നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം വ്യാപകമായിട്ടുള്ള തിരച്ചിലാണ് നടത്തിയത്. ആ തിരച്ചിലിൽ നമ്മൾ ജില്ലാ പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡിൻ്റെ സേവനവും അതുപോലെ തന്നെ ഡ്രോൺ ഒക്കെ ഉപയോഗിച്ചാണ് വ്യാപകമായ തിരച്ചിൽ നടത്തിയത്. ഇപ്പോൾ 5ാമത്തെ ദിവസമാണ് പ്രതിയെ ബോഡിമെട്ട് ഭാഗത്തു നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ശാന്തമ്പാറ പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ വലിയ സഹായതകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സൈസ് ചെക്ക് പോസ്റ്റിലും നമ്മൾ തിരച്ചിൽ എല്ലാ ദിവസവും തന്നെ തിരച്ചിലിനായിട്ട് പോലീസിനെ നിയോഗിച്ച് അവരുടെയും സഹായം അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. വ്യാപകമായിട്ടുള്ള സഹായത്തിൽ തിരച്ചിലിനും സഹായിച്ച എല്ലാ നാട്ടുകാർക്കും അതുപോലെ തന്നെ മീഡിയാസ് വലിയ പ്രചരണം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ അന്തർ സംസ്ഥാന വാഹനങ്ങൾ, ടാക്സി ഡ്രൈവേഴ്സ്, ഗൈഡന്മാർ, അതുപോലെ തന്നെ ബസ്സിലെ ഡ്രൈവേഴ്സ്, കണ്ടക്ടേഴ്സ് എല്ലാവരുടെയും സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ രാജകുമാരി.